മനുഷ്യരെ എല്ലാവരെയും സമമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ഒരാൾ മറ്റൊരാളെ കീഴ്പ്പെടുത്തി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാകുന്നു. ആർത്തി പൂണ്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് വാരിക്കൂട്ടുവാൻ ശ്രമിക്കുന്നവർ ഓർത്തിരിക്കേണ്ട ഒരു സത്യം എന്തെന്നാൽ, നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ അനുഭവിക്കുവാൻ സാധ്യതയില്ല. മരുഭൂമിയിലെ മന്നായുടെ സംഭവം തന്നെ ശ്രദ്ധിച്ചാട്ടെ. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. മാറയിൽ ദൈവം തൻ്റെ ജനത്തെ പരീക്ഷിച്ചപ്പോൾ കൈപ്പേറിയ വെള്ളത്തെ മധുരമാക്കുവാനുള്ള മാർഗവും അവിടുന്ന് മുൻകൂട്ടി ഒരുക്കിയിരുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവം അനുവദിക്കുന്ന ഒരു പരീക്ഷയും അവിടുത്തെ നിയന്ത്രണത്തിന് പുറത്തല്ല എന്ന് നാം തിരിച്ചറിയണം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവിടുന്ന് പോക്കുവഴിയും ഉണ്ടാക്കുമെന്ന് തിരുവചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 16-ാം അധ്യായത്തിൻ്റെ 24 വരെയുള്ള വാക്യം. മറ്റേതൊരു കാലത്തെക്കാളും കൂടുതൽ സമത്വത്തിനു വേണ്ടി മുറവിളി കേൾക്കുന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. അത് വർഗസമത്വമാകാം, ലിംഗസമത്വമാകാം, തൊഴിൽ സമത്വമാകാം. എല്ലായിടത്തും എല്ലാവരും ആഗ്രഹിക്കുന്നത് സമത്വമാകുന്നു. ഈ സമത്വത്തിനായുള്ള ത്വര പ്രകൃതിദത്തമാകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യരെ എല്ലാവരെയും സമമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ഒരാൾ മറ്റൊരാളെ കീഴ്പ്പെടുത്തി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതിപ്പോൾ ഭർത്താവ് ഭാര്യയെ കീഴ്പ്പെടുത്തുന്നതാണെങ്കിലും, മുതലാളി തൊഴിലാളിയെ കീഴ്പ്പെടുത്തുന്നതാണെങ്കിലും, നേതൃത്വത്തിലിരിക്കുന്നവർ തങ്ങളുടെ ഉത്തരവാദിത്വത്തിലുള്ളവരെ കീഴ്പ്പെടുത്തുന്നതാണെങ്കിലും ബൈബിളിൻ പ്രകാരം അത് തെറ്റാണ്. ഇനി ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരേക്കാൾ കേമന്മാരാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. ഇന്നത്തെ സാഹചര്യം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. സമത്വത്തിനു വേണ്ടിയുള്ള ഇന്നത്തെ മുറവിളിയിൽ അധികവും വാസ്തവത്തിൽ സമത്വത്തിനു വേണ്ടി അല്ല. പലപ്പോഴും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനുള്ള ശ്രമം മാത്രമാണ് ഈ മുറവിളി. അങ്ങനെ ഈ മുറവിളി കൂട്ടുന്നവരെ ശ്രദ്ധിച്ചാൽ വിചിത്രമായൊരു വസ്തുത നമുക്ക് കാണാൻ കഴിയും. തന്നെ നിയന്ത്രിക്കുവാൻ അധികാരമുള്ള, തന്നേക്കാൾ ഉയർന്ന ആരെങ്കിലും ഉണ്ടെന്നുള്ള തോന്നൽ ഉള്ളപ്പോൾ മാത്രമാകുന്നു ഈ കൂട്ടർ ഈ മുറവിളി കൂട്ടുന്നത്. ഈ പറഞ്ഞ വ്യക്തി തന്നെ ഏതെങ്കിലും വിധത്തിൽ ഉയർന്ന് മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനുള്ള അധികാരമുണ്ടാകുമ്പോൾ പിന്നെ സമത്വത്തിനു വേണ്ടി വാദിക്കുന്നവരെ അയാൾക്ക് പുച്ഛമാകും. ഇതാണ് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്തുള്ളവൻ്റെ കഴുത്ത് വെട്ടിയും പിടിച്ചു പറിച്ചും ഇല്ലാത്തവന് കൊടുത്തു വന്നവർ പോലും ഇന്ന് അധികാരവും പണവും ഉണ്ടായപ്പോൾ അതുപയോഗിച്ച് മറ്റുള്ളവരെ അടിച്ചമർത്തുകയാണ്. എന്നാൽ ബൈബിളിൽ അവതരിപ്പിക്കുന്ന സമത്വം തികച്ചും വ്യത്യസ്തമാണ്. മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യേണ്ടി വന്ന ഇസ്രായേൽ ജനത്തിന് ഭക്ഷണത്തിന് ക്ഷാമം നേരിട്ടപ്പോൾ ദൈവം അവർക്ക് മന്ന നൽകി. ദൈവം മോശയിലൂടെ ജനത്തോട് കൽപ്പിച്ചത് ഒരു ദിവസം ആളൊന്നിനെ ഒരിടങ്ങഴിയിൽ കൂടുതൽ ആരും ശേഖരിക്കരുത് എന്നാണ്. എന്നാൽ ആർത്തി പിടിച്ച ചിലർ തങ്ങൾക്കായി വാരിക്കൂട്ടി. അതേസമയം കഴിവില്ലാതിരുന്ന പലർക്കും ഒരിടങ്ങഴി ശേഖരിക്കുവാൻ സാധിച്ചുമില്ല. എന്നാൽ വീട്ടിൽ ചെന്ന് അളന്നു നോക്കിയപ്പോൾ എല്ലാവർക്കും കിട്ടിയത് സമമായിരുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഇത് പ്രകൃതിയുടെ നിയമമാകുന്നു എന്നത് മറക്കരുത്. ഇന്നും ആർത്തി പൂണ്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് വാരിക്കൂട്ടുവാൻ ശ്രമിക്കുന്നവർ ഇത് ഗൗരവമായി എടുക്കേണ്ടതാണ്.
നിങ്ങൾക്കുള്ള ഒരിടങ്ങഴിയിൽ കൂടുതൽ നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുവദനീയമല്ല. നമ്മുടെ സമൂഹത്തിൽ പല വീടുകൾ വാങ്ങിക്കൂട്ടുന്നവരെ കാണാറുണ്ട്. ഒന്നിലധികം വീടുകൾ. ഒരാൾക്ക് താമസിക്കുവാൻ ഒരു വീട് മതി. അതിൽ കൂടുതലുള്ളവർ വാസ്തവത്തിൽ ഇല്ലാത്തവനെ ചൂഷണം ചെയ്യുകയാണ്. മന്ന പെറുക്കിയ ഇസ്രായേൽ മക്കളുടെ അനുഭവം ഇന്നത്തെ വിശ്വാസികൾ ഒരിക്കലും മറക്കരുത്. ഇസ്രായേൽ മക്കൾ അടിമ വീടായ മിസ്രയീം വിട്ട് ചെങ്കടൽ കടന്ന് സീനായ് മരുഭൂമിയിലെത്തി. അവിടെ അവർക്കുണ്ടായ 7 അനുഭവങ്ങൾ ക്രിസ്തീയ ജീവിതത്തോട് സാമ്യപ്പെടുത്താവുന്നതാണ്. അവർ ചെങ്കടൽ കടന്ന് 3 ദിവസം വെള്ളം കിട്ടാതെ അലഞ്ഞു. ഒടുവിൽ കയ്പുള്ള വെള്ളത്തിൻ്റെ ഇടമായ മാറായിൽ എത്തുകയും അവിടെ നിന്നും വെള്ളവും വൃക്ഷങ്ങളും ധാരാളം ഉണ്ടായിരുന്ന എലീമിലേക്ക് യാത്രയാകുകയും ചെയ്തു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വരെ നാം ശ്രദ്ധിച്ചു. ഇനിയും 23 മുതൽ ഇന്ന് നമുക്ക് നോക്കാം. 23 മുതൽ 26 വരെ ഞാൻ വായിക്കാം. മാറായിലെത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളി ചെയ്തു. മാറായിലേത് കയ്പ് വെള്ളമായിരുന്നു എന്നതാണ് അവർക്ക് കടലിനക്കരെ ഉണ്ടായ 2ാമത്തെ അനുഭവം. അവർ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ 3 ദിവസം സഞ്ചരിച്ചു. അവർക്ക് ദാഹിച്ചു, സ്വാഭാവികം. അവസാനം അവർ വെള്ളത്തിനരികെ എത്തിയപ്പോൾ അത് കയ്പുള്ളതാകിയാൽ കുടിപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ ഇപ്പോൾ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ജനമാണെന്ന കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കണം. ദൈവം അവരെ നയിച്ച വഴിയിലുള്ള ഒരു സ്ഥലമായിരുന്നു ഈ മാറ. അല്ലെങ്കിൽ ആ സ്ഥലം ഒഴിവാക്കിയല്ല ദൈവം ഇസ്രായേൽ മക്കളെ നടത്തിയത്. മാറായുടെ അനുഭവവും ക്രിസ്തീയ ജീവിതത്തിലെ ഒരു സാധാരണ അനുഭവമാണ്. ഒരു ക്രിസ്തുവിശ്വാസിക്ക് കൈപ്പേറിയ അനുഭവം ഉണ്ടാകുമ്പോൾ ചിന്താക്കുഴപ്പമുണ്ടായേക്കാം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെ സംഭവിക്കുവാൻ ദൈവം ഇടയാക്കിയത് എന്തുകൊണ്ടാകുന്നു? ക്രിസ്തു വിശ്വാസികൾക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആർക്കും ഉത്തരം കണ്ടെത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം അവരെ ശിക്ഷിക്കുകയല്ല, അവിടുന്ന് അവരെ പരിശീലിപ്പിക്കുകയും ഏതെങ്കിലും പ്രത്യേക കാര്യത്തിനു വേണ്ടി തയ്യാറാക്കുകയുമാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങളുടെ വഴിയിൽ തന്നെ മാറായുണ്ട്. ഓരോ ക്രിസ്തു വിശ്വാസിയുടെയും പാതയിൽ ഓരോ മാറായുണ്ടായിരിക്കും. ദൈവം അവയെല്ലാം സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളതാണ്. നിരാശകളെല്ലാം ദൈവ നിയമിതമാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അത് എത്രയോ ശരിയാണെന്ന് വിശ്വാസികളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. വ്യക്തികളുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ മാറായുടെ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായി നാം കാണുന്നു. ജീവിതത്തിൽ അനവധിയായ ദുഃഖങ്ങളും നിരാശകളുമുണ്ട്. നിങ്ങളുടെ പദ്ധതികൾ ശിഥിലീകരിച്ചു പോവുകയും ആഗ്രഹങ്ങൾ ചോദ്യചിഹ്നമായി തീരുകയും ചെയ്തേക്കാം. നമുക്കെല്ലാവർക്കും നമ്മുടേതായ മാറായുണ്ട്. നിങ്ങൾക്കവയെ ഒഴിഞ്ഞു മാറി കടന്നു പോകുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. അവ നമ്മെ ദ്രോഹിക്കുവാനല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. മാറായിലെ കയ്പ് വെള്ളത്തെ മധുരമാക്കിയത് എന്തായിരുന്നു? ഒരു വൃക്ഷക്കൊമ്പ്. അത് വെള്ളത്തിലിട്ടപ്പോൾ ആ വെള്ളം മധുരമായി തീർന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആവർത്തന പുസ്തകം 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തൻ ആകുന്നു എന്ന് വായിക്കുന്നു. ഇനി ഗലാത്യ ലേഖനം 3:13 മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തു മരത്തിന്മേൽ തൂക്കപ്പെട്ടു. ആ ക്രൂശ് മരണമാണ് ജീവിതാനുഭവങ്ങളെ മധുരമാക്കി തീർക്കുന്നത്, അർത്ഥവത്താക്കി തീർക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശാപമരണം നമ്മുടെ ജീവിതാനുഭവങ്ങളെ മധുരമാക്കി തീർക്കും, നിശ്ചയമാണ്.
ഓരോ മനുഷ്യനു വേണ്ടിയും അവൻ മരണം ആസ്വദിക്കുകയും മരണത്തിൻ്റെ വിഷമുള്ള അവൻ നീക്കിക്കളയുകയും ചെയ്തു. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 55-ാം വാക്യത്തിൽ, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ, ഹേ മരണമേ നിൻ്റെ വിഷമുള്ള എവിടെ എന്ന് പൗലോസ് പറയുന്നു. ജീവിതത്തിലെ മാറായുടെ അനുഭവങ്ങളെ മധുരമാക്കി തീർക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. 15-ാം അധ്യായത്തിലെ ഒടുവിലത്തെ വാക്യം, പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങി. എലീം ധാരാളമായ അനുഗ്രഹത്തിൻ്റെയും ഫലസമൃദ്ധിയുടെയും സ്ഥലമായിരുന്നു. നാം വായിച്ചാൽ അവിടെ 70 ഈത്തപ്പനകളും 12 നീരുറവുകളും ഉണ്ടായിരുന്നു. മാറായുടെ കയ്പിന് ശേഷം ദൈവം തൻ്റെ ജനത്തെ എലീമിൽ കൊണ്ടുവന്നു. സങ്കീർത്തനക്കാരൻ പാടുന്നു, സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസ്സിങ്കലോ ആനന്ദഘോഷം വരുന്നു എന്ന്. അതുപോലുള്ളൊരു അനുഭവമാണിത്. ശിമോൻ പത്രോസ് കാരാഗൃഹത്തിൻ്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ വാതിൽ തുറക്കുവാൻ പോവുകയാണ്. പൗലോസിനും ശീലാസിനും ഒരു തെറ്റും ചെയ്യാത്ത അവരുടെ അവസ്ഥയിലും അർദ്ധരാത്രിയിൽ അടിയേൽക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഒരു ഭൂകമ്പം അവരെ സ്വതന്ത്രരാക്കും. നിങ്ങളുടെ പാതയിൽ കൈപ്പേറിയ ഒരു മാറായി ഉണ്ടായിരിക്കും. എന്നാൽ സുഹൃത്തെ, നിരാശപ്പെടേണ്ടതില്ല. ഒരു എലീമിൻ്റെ അനുഭവം പുറകെ വരുന്നുണ്ട് എന്ന വസ്തുത ഓർക്കുക. മാറായിൽ കൂടി എലീമിലേക്ക് നടത്തുന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഉൽപ്പത്തി പുസ്തകത്തിൽ യോസഫിന് അപ്രകാരമുള്ള അനുഭവം ഉണ്ടായതായി ഓർക്കുന്നുണ്ടല്ലോ. മോശയ്ക്കും ഏലിയാവിനും ദാവീദിനും ഒക്കെ അതുണ്ടായി. നമ്മുടെ നാട്ടിൽ സാധു കൊച്ചുപദേശിക്കും, മോശവത്സലത്തിനും, സാധു സുന്ദർ സിംഗിനും, എബ്രഹാം മർത്തോമ ബിഷോപ്പിനും, നാഗൽ സാഹിബിനും, അങ്ങനെ ഒട്ടനേകം വിശുദ്ധന്മാർക്ക് അതേ അനുഭവം ഉണ്ടായിരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന അനേകം വിശുദ്ധന്മാർക്കും അതേ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതെ, താങ്കൾക്കും ആ അനുഭവം ഉണ്ടായിരിക്കും. ജീവിതത്തിൽ വിവിധ അനുഭവങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഓരോ മാറായ്ക്കും അപ്പുറത്ത് ഒരു എലീമുണ്ട്. ഓരോ കാർമേഘത്തിനും അപ്പുറത്ത് സൂര്യനുണ്ട്. അന്ധകാരത്തിനപ്പുറം വെളിച്ചമുണ്ട്. ഓരോ പരിശോധനയ്ക്കും അപ്പുറത്ത് വിജയമുണ്ട്. അതെ, ഓരോ കൊടുങ്കാറ്റിനും അപ്പുറത്തൊരു ശാന്തതയുണ്ട്. മുറിക്കുള്ളിൽ ഇടുങ്ങിയിരുന്ന് അന്ധകാരം മാത്രം കാണാതെ വെളിയിലേക്ക് ഇറങ്ങി മുകളിലേക്കൊന്ന് നോക്കൂ. അവിടെ ആ മഴവില്ലിനെ ദർശിക്കുവാൻ സാധിക്കും. മഴയിൽ കൂടി ഞാൻ മഴവില്ലിനെ ദർശിക്കുന്നു എന്നൊരു വിശുദ്ധൻ പറഞ്ഞത് എത്രയോ വാസ്തവമാണ്. ദൈവത്തിൻ്റെ നടത്തിപ്പ് എത്ര അത്ഭുതകരമാണ്. 16-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മരുഭൂമിയിൽ കൂടി വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിഴലാകുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അവർ അടിമ വീടായ മിസ്രൈം വിട്ട് ചെങ്കടൽ കടന്ന് സീനായ് മരുഭൂമിയിലെത്തി. അവിടെ അവർക്കുണ്ടായ 7 അനുഭവങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളോട് സാമ്യപ്പെടുത്താവുന്നതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അവർ മോശയുടെ ഗീതം ചൊല്ലുകയും കയ്പുള്ള വെള്ളത്തിൻ്റെ ഇടമായ മാറായിലെത്തുകയും അവിടെ നിന്നും വെള്ളവും വൃക്ഷങ്ങളും ധാരാളം ഉണ്ടായിരുന്ന എലീമിലേക്ക് യാത്രയാകുകയും ചെയ്തു. എലീം ഫലപ്രദമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ചിത്രമാകുന്നു നമുക്ക് തരുന്നത്. അപ്രകാരമുള്ള ജീവിതാനുഭവങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകാം എന്ന് ദൈവം നമ്മോട് വാഗ്ദാനം ചെയ്യുന്നു. ഇനിയും നാം കാണുവാൻ പോകുന്നത് മരുഭൂമിയിലെ വിവിധ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ മക്കളെയാകുന്നു. മറുതലിപ്പിൻ്റെ മരുഭൂമി, മന്നായുടെ മരുഭൂമി, കാടപ്പക്ഷിയുടെ മരുഭൂമി മുതലായവ നാം കാണുവാൻ പോകുന്നു. 16-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ തന്നെ അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ട 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘമൊക്കെയും എലീമിനും സീനായിക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിൽ വന്നു. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രൈം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എത്ര വേഗമാണ് മനുഷ്യൻ്റെ ചിന്താ രീതി മാറുന്നത് എന്ന് നോക്കിക്കേ.
പ്രതിസന്ധികൾ വരുമ്പോൾ പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുന്നതാണ് പല ദൈവമക്കൾക്കുമുള്ള പരാജയം. തിരിഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചാൽ സംഗതിയാകെ കുഴപ്പത്തിലാകുമെന്ന് മറക്കരുത്. അനേകരും ആ പഴയ കാലത്തെ അയവിറക്കി കഴിയുന്നുണ്ട്. അത് വിചിത്രമായി തോന്നാം. അടിമത്തം എന്നും അടിമത്തമാകുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രയീം വിട്ടു പോന്നിട്ട് 2.5 മാസക്കാലമേ ആയിട്ടുള്ളൂ. ചെങ്കടലിൻ്റെ അടുക്കലെത്തിയപ്പോൾ അവർ പിറുപിറുക്കാൻ തുടങ്ങി. എന്നാൽ സമുദ്രം കടന്നപ്പോൾ അവർ മോശയുടെ വീണ്ടെടുപ്പിൻ്റെ ഗീതം ചൊല്ലി എന്ന് നാം വായിക്കുന്നു. അധികം നാൾ കഴിയുന്നതിന് മുൻപ് അവർ വീണ്ടും പിറുപിറുക്കാൻ തുടങ്ങുന്നു. അവർക്ക് മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ ആവശ്യമായിരുന്നു. എന്നാൽ മരുഭൂമിയിലേക്ക് യാത്ര ആരംഭിച്ചപ്പോൾ അവരുടെ വെള്ളവും ആഹാര സാധനങ്ങളും കുറഞ്ഞുപോയി. അങ്ങനെ അവർ പരാതി പറയുവാൻ തുടങ്ങി. മിസ്രയീമിലെ ഇറച്ചിക്കലങ്ങളുടെ ഓർമ്മ അവർക്കുണ്ടായി. അവർ അതിനുവേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചു. പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ശേഷം പഴയ ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞു പോകുവാൻ താല്പര്യമുള്ള അനേകം ആളുകളുണ്ട്. നമ്മിൽ പലർക്കും ആ വിധത്തിലുള്ള പരീക്ഷകൾ ഉണ്ടാകാറുണ്ട്, ഇല്ലേ? എന്നാൽ തൻ്റെ ജനത്തിൻ്റെ ആവശ്യം അറിഞ്ഞ് ദൈവം മന്നായും കാടപ്പക്ഷിയും നൽകുന്നു. തൻ്റെ ജനത്തെ പട്ടിണി കിടത്തണമെന്നുള്ള ഉദ്ദേശം ദൈവത്തിനില്ലായിരുന്നു. അവരെ മരുഭൂമിയിൽ കൂടി അത്ഭുതകരമായി നടത്തിക്കൊണ്ടുപോവുകയായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. ആ യാത്രയിലുടനീളം അവരെ പരിപാലിക്കാം എന്നവൻ വാഗ്ദത്തം ചെയ്തിരുന്നു. അതവൻ ചെയ്യുകയും ചെയ്തു. 4 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. എന്നാൽ 6-ാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെറുക്കുന്നതിൻ്റെ ഇരട്ടി കാണും എന്നരുളി ചെയ്തു. മോശയും അഹ്റോനും ഇസ്രായേൽ മക്കളോടൊക്കെയും, നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് യഹോവ തന്നെ എന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ നേരെ പിറുപിറുക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ എന്ന് പറഞ്ഞു. മോശയും അഹ്റോനും ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പിനോട് പ്രതികരിക്കുന്ന വിധം നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ നേരെ പിറുപിറുക്കുന്നത് എന്തിന്? ഞങ്ങൾ വെറും മനുഷ്യരാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. ദൈവം നിങ്ങളുടെ പിറുപിറുപ്പ് കേട്ടിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ തേജസ് കാണും. ഇസ്രായേൽ മക്കൾ പിറുപിറുത്ത ഓരോ സമയത്തും ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുകയുണ്ടായി. പിറുപിറുക്കുന്ന, കുറ്റം കണ്ടുപിടിക്കുന്നവരായ, എപ്പോഴും പരാതി പറയുന്ന വിശ്വാസികളെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. മിക്ക സഭകളും ഇന്ന് പിറുപിറുക്കുന്ന വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, മോശ പിന്നെയും, യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകും വണ്ണം അപ്പവും തരുമ്പോൾ നിങ്ങൾ അറിയും യഹോവയുടെ നേരെ നിങ്ങൾ പിറുപിറുക്കുന്നത് അവൻ കേൾക്കുന്നു. ഞങ്ങൾ എന്തുള്ളൂ? നിങ്ങളുടെ പിറുപിറുപ്പ് ഞങ്ങളുടെ നേരെയല്ല, യഹോവയുടെ നേരെ അത്രേ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ദൈവം വളരെയധികം വെറുക്കുന്ന ഒരു കാര്യമാകുന്നു പിറുപിറുപ്പ്. പിറുപിറുക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ചോദ്യം ചെയ്യുന്നത്. സഭയിലെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പിറുപിറുക്കുവാൻ ആരംഭിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. സഭാ ശുശ്രൂഷകൻ്റെ നേരെ നിങ്ങൾ പിറുപിറുക്കുകയാണോ ചെയ്യുന്നത്? ഒരു ഗുണവുമില്ലാത്തൊരു പാസ്റ്റർ, ഒരു ഗുണവുമില്ലാത്തൊരു അച്ഛൻ, ഇവരൊക്കെ വെറും ജോലിക്കിറങ്ങിയിരിക്കുകയാണ്, തൊഴിലാണ്. നോക്കൂ, അച്ഛൻ ഇതുവരെയും ഞങ്ങളുടെ വീടൊന്ന് സന്ദർശിച്ചിട്ട് പോലുമില്ല. പള്ളിയിൽ കണ്ടപ്പോൾ എന്നോട് സംസാരിക്കുകയോ എനിക്ക് വന്ന് കൈതരികയോ ചെയ്തില്ല. പ്രസംഗം ഇത്രയങ്ങ് നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പിറുപിറുക്കുന്ന സ്വഭാവമാണോ സുഹൃത്തെ? സഭാ ശുശ്രൂഷകന്മാർക്ക് പോലും അതുണ്ടെന്നുള്ളതാണ് സങ്കടകരം. ഈ സ്വഭാവമുള്ളവർ തങ്ങൾ ഏതൊന്നിനു വേണ്ടി പിറുപിറുക്കുന്നുവോ അത് കിട്ടുമ്പോൾ വേറൊരു കാര്യം കണ്ടുപിടിക്കും. ഈ സ്വഭാവം മറ്റുള്ളവർക്ക് വിരസത ഉളവാക്കുന്നു എന്ന് പലപ്പോഴും ഇവർ അറിയുന്നു പോലുമില്ല. അവർ ഇതിലങ്ങ് അടിപ്പെട്ടു പോയതിനാൽ അവരുടെ ഈ സ്വഭാവത്തിൻ്റെ പ്രശ്നം അവർ മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും ഈ കാര്യം അവർക്ക് സംതൃപ്തി നൽകുന്നതായി തോന്നാം. അത് ചെയ്യുമ്പോൾ അവർക്കൊരു സുഖം. ചിലർക്ക് എന്തെല്ലാം ലഭിച്ചാലും പരാതിയാണ്. എന്നാൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവയിൽ
നമ്മൾ സംതൃപ്തരാകുമ്പോൾ അത് ദൈവം പ്രസാദിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ദൈവം നമ്മെ കൂടുതൽ ഏൽപ്പിക്കുവാൻ അപ്പോൾ താല്പര്യപ്പെടും. 9 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അഹ്റോനോട് മോശ യഹോവയുടെ മുമ്പാകെ അടുത്തു വരുവീൻ, അവൻ നിങ്ങളുടെ പിറുപിറുപ്പ് കേട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും പറക എന്ന് പറഞ്ഞു. അഹ്റോൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞ് നോക്കി യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു. യഹോവ മോശയോട്, ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. നീ അവരോട് സംസാരിച്ച്, നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് പറക എന്ന് കൽപ്പിച്ചു. വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടി, പ്രഭാതകാലത്ത് പാളയത്തിൻ്റെ ചുറ്റും മഞ്ഞ് വീണ് കിടന്നു. ദൈവം ഇസ്രായേൽ മക്കൾക്ക് മന്ന മാത്രമല്ല കാടപ്പക്ഷിയെയും കൂടി അയച്ചു കൊടുത്തു. മന്നായും ഇറച്ചിയും കൂടെ അവർക്ക് നല്ല ആഹാരമായിരുന്നു. മരുഭൂമിയിൽ കൂടിയുള്ള അവരുടെ യാത്രയിൽ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി അവരുടെ ആഹാരം മന്ന ആയിരുന്നു. 14 മുതലുള്ള വാക്യങ്ങളിൽ, വീണ് കിടന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിൻ്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞു പോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. ഇസ്രായേൽ മക്കൾ അത് കണ്ടാറെ എന്തെന്നറിയായികയാൽ ഇതെന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. മോശെ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു. ഓരോരുത്തന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവീൻ. താന്താൻ്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അതത് ദിവസത്തേക്കുള്ള മന്ന മാത്രമേ ശേഖരിക്കേണ്ടതുള്ളൂ. ഓരോ ദിവസവും നടത്തുവാൻ ദൈവം ശക്തനും വിശ്വസ്തനുമാണെന്ന് അതിലൂടെ ദൈവം അവരെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. 17ഉം 18ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. ചിലർ ഏറെയും ചിലർ കുറേയും പെറുക്കി. ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല. ഓരോരുത്തൻ താൻ ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിയിരുന്നു. ഇവിടെയാണ് സമത്വം. ഏറെ പെറുക്കിയവർക്കും കുറച്ച് മാത്രം പെറുക്കിയവർക്കും അവരവർക്ക് കഴിക്കാൻ സാധിക്കുന്ന അളവിൽ ഒരുപോലെ മന്ന ലഭിച്ചു. പലരും വെറുതെ കിട്ടിയത് കൊണ്ട് എത്രയും ആയിക്കൊള്ളട്ടെ എന്ന ചിന്തയോടുകൂടിയാണ് മുൻപോട്ട് പോകുന്നത്. എന്നാൽ അത്തരം ലാഘവത്തോടെയുള്ള ചിന്ത ദൈവം അംഗീകരിക്കുന്നില്ല. 19 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, പിറ്റേനാളേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കരുതെന്ന് മോശ പറഞ്ഞു. എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റേനാളേക്ക് കുറേ ശേഷിപ്പിച്ചു. അത് കൃമിച്ചു നാറി. മോശ അവരോട് കോപിച്ചു. അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കും. വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോകും. മന്ന രാവിലെ പെറുക്കിയെടുക്കേണ്ടതായിരുന്നു. ഓരോ വ്യക്തിയും അത് ശേഖരിക്കണം. അതായത് അതൊരു വ്യക്തിപരമായ അനുഭവമായിരുന്നു. ജീവൻ്റെ അപ്പമായ യേശുക്രിസ്തുവിനെയാണ് മന്ന സൂചിപ്പിക്കുന്നതെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇത് ദൈവം നൽകുന്ന അപ്പം, ദൈവം നൽകുന്ന മന്ന, അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ജീവൻ്റെ അപ്പം കർത്താവായ യേശുക്രിസ്തു ആകുന്നു. 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ, എന്നാൽ 6-ാം ദിവസം അവർ ആളൊന്നിന് 2 ഇടങ്ങഴി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു. അപ്പോൾ സംഘപ്രമാണികൾ എല്ലാവരും വന്ന് മോശയോട് അറിയിച്ചു. അവൻ അവരോട്, അത് യഹോവ കൽപ്പിച്ചത് തന്നെ. നാളെ സ്വസ്ഥതയാകുന്നു. യഹോവയ്ക്ക് വിശുദ്ധമായുള്ള ശബത്ത്. ചുടുവാനുള്ളത് ചുടുവിൻ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവിൻ, ശേഷിക്കുന്നതൊക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചു വയ്പ്പീൻ. മോശ കൽപ്പിച്ചതുപോലെ അവർ അത് പിറ്റേന്നാളേക്ക് സൂക്ഷിച്ചു വെച്ചു. അത് നാറിപ്പോയില്ല, കൃമിച്ചതുമില്ല. അത്ഭുതമായിരിക്കുന്നില്ലേ? ദൈനംദിന ആവശ്യത്തിന് ദൈവം നൽകിയിരുന്നു. എന്നാൽ ശബത്തിന് മുൻപ് അവർ 2 ദിവസത്തേക്ക് ശേഖരിക്കണമായിരുന്നു. യേശുക്രിസ്തുവാണ് സാക്ഷാലപ്പം. അവനാണ് ജീവൻ നൽകുകയും നമ്മെ പോറ്റിപ്പുലർത്തുകയും ചെയ്യുന്നത്. 40 വർഷക്കാലം മരുഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞ ഇസ്രായേൽ ജനത്തിന് അവരുടെ കാലിൽ നീരുണ്ടായില്ല എന്ന് സംഖ്യാപുസ്തകത്തിൽ നാം വായിക്കുന്നു. കാലിൽ വീക്കമുണ്ടാകുന്നതിൻ്റെ കാരണം മോശമായ ഭക്ഷണ രീതിയാണെന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. അവർക്ക് ആവശ്യമായിരുന്ന എല്ലാ വിറ്റാമിനുകളും മന്നായിൽ അടങ്ങിയിരുന്നു എന്ന കാര്യം ശ്രദ്ധേയമാണ്. അതിനാൽ അവരുടെ മരുഭൂമി യാത്രയിൽ കാലിൽ വീക്കമുണ്ടായിരുന്നില്ല. അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ മന്ന പര്യാപ്തമായിരുന്നു. ദൈവം നൽകുമ്പോൾ അതെപ്പോഴും അനുഗ്രഹമാണ്. അത് ഏതെങ്കിലും ഒരു വശം മാത്രം സംതൃപ്തിപ്പെടുത്തുന്നതല്ല.
ദൈവാനുഗ്രഹം ജീവിതത്തെ മുഴുവനും സംതൃപ്തിപ്പെടുത്തുന്നതാകുന്നു എന്ന് മറക്കരുത്. ജീവിതത്തിൽ ദൈവം നമ്മെ പോറ്റി പുലർത്തുന്നു എന്ന് സാക്ഷിക്കുവാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവം വിളിച്ചിറക്കിയ യാത്രയിൽ നമ്മെ ഓരോ ദിവസവും നടത്തുവാൻ അവിടുന്ന് മതിയായവനും ശക്തനുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? അങ്ങനെ അവനിൽ ആശ്രയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയ്ക്കായി മരുഭൂമിയിലെ പ്രയാസമേറിയ വഴികളാണ് ദൈവം തൻ്റെ ജനത്തിനായി തിരഞ്ഞെടുത്തത്. അവരെ താഴ്ത്തുകയും വിശപ്പിക്കുകയും വിവിധ പരീക്ഷകളിലൂടെ നടത്തുകയും ചെയ്തതിൻ്റെ പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നവരെ ഗ്രഹിപ്പിക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ ദുഃഖകരം എന്ന് പറയട്ടെ, അവരിൽ മിക്കപേരും മരുഭൂമിയിലെ പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ വഴികളെല്ലാം ആത്യന്തികമായി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ പാതകളിൽ വിശ്വസ്തയോടെ നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.